എന്തായാലും ഞാൻ മാത്രം ചോദ്യം ചോദിക്കുന്നില്ല, വേദിയിലുള്ള ഒന്ന് രണ്ട് പേർക്ക് കൂടി, ഏതാനും പേർ എക്സ്പേർട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ തോന്നുന്നല്ലേ. നമുക്ക് ഡോക്ടർ പ്രിൻസ് പി മാനുവൽ, അദ്ദേഹത്തിന് മൈക്ക് കൈമാറാം. ഇന്ത്യയിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന് ആരോഗ്യ പരിപാലനത്തിന് നമ്പർ 1 ആവാൻ എന്തെല്ലാം കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് പുതിയ സർക്കാർ? ഒന്ന്, സ്വകാര്യ മേഖല, അവർക്ക് സംവിധാനങ്ങളുണ്ട്, അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ മേഖലയിലാണ് കുറേയൊക്കെ പരാധീനതകളും അസൗകര്യങ്ങളും ഉള്ളത്. അതിനെ പരമാവധി മറികടന്നുകൊണ്ട് ആ മേഖലയോടൊപ്പം ഓടാനെങ്കിലും പ്രാപ്തമാക്കുക. ഞാൻ അവരെ കവർ ചെയ്ത് ഓടണം എന്നല്ല പറയുന്നത്, അവരോടൊപ്പം എത്താനുള്ള പരിശ്രമം നടത്തിയാൽ ആരോഗ്യരംഗത്ത് കുറേ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ സ്റ്റേജ് ഓടി മുന്നിലെത്താൻ നോക്കുക. ഇപ്പം ഒറ്റയടിക്ക് മുന്നിലെത്താൻ നോക്കിയാൽ നടക്കില്ല, അവരോടൊപ്പം ഓടാനുള്ള കരുത്തുണ്ടാക്കുക. അതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ രാജീവ് ജയദേവൻ. ഡോക്ടർമാരെന്നുള്ള നിലയിൽ നമ്മൾ ജനങ്ങളോട് വ്യായാമം ചെയ്യണം എന്ന് പതിവായിട്ട് ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രത്യേകിച്ചും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റിൽ സാധാരണക്കാർക്ക് സുരക്ഷിതമായും അനായാസമായും വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. സുരക്ഷിതമായിട്ടുള്ള നടപ്പാതകൾ, പാർക്കുകൾ, ഉദ്യാനങ്ങൾ, ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. യു ടോക്ക്ഡ് അബൌട്ട് എ ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് കെയർ. അടുത്ത ഒരു 50 വർഷത്തെ ഹെൽത്ത് കെയർ അത് വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നടപ്പാക്കാൻ നമ്മൾ എന്തെല്ലാം പദ്ധതികൾ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്നിന് നേരം കിട്ടുന്നില്ല, എന്നാൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടും. ഞാൻ എല്ലാ ദിവസവും കാലത്ത്, ഇലക്ഷൻ കാലത്ത് പോലും മുടങ്ങാതെ ജോഗിങ് നടത്തുന്നതാണ്. ഞാൻ അതിനുവേണ്ടി എൻ്റെ യാത്രാ സമയം ക്രമീകരിക്കും. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ പരമാവധി 48 ട്രെയിൻ ഉണ്ടല്ലോ, മംഗലാപുരം തിരുവനന്തപുരം. കാരണം അതിന് പോയാലും 4 മണിക്ക് എന്തായാലും എത്താൻ, ലേറ്റ് ആയാലും 1 മണിക്കൂറോ 2 മണിക്കൂറോ ലേറ്റ് ആയാലും കാലത്തുള്ള വ്യായാമവും കാര്യങ്ങളും ജോഗിങ് നടത്തും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം യോഗയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദേശീയ യോഗ ദിനത്തിൽ ഞാൻ പറഞ്ഞു, ഇത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പോലെയല്ല ചെയ്യേണ്ടത്, ഇത് എല്ലാ ദിവസവും വേണം. കാരണം ഇവർ യോഗ ചെയ്യുമ്പോൾ ഒരു മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. പലരും കാലത്ത് മോർണിംഗ് വാക്കിനാണ് വരുന്നതെങ്കിലും അവിടെ ഏറ്റവും അധികം ചിലവാകുന്നത് ചായയും കാപ്പിയൊക്കെയാണ്, മറ്റൊന്നുമല്ല. വീട്ടിൽ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് പലരും കാലത്ത് വന്നിട്ട് ഒരു റൗണ്ടൊന്ന് നടന്നിട്ട് മധുരട്ടിട്ടുള്ള ചായ കുടിക്കുന്ന നടപ്പണം, അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പരാതി കിട്ടി, എൻ്റെ നിയോജകമണ്ഡലത്തിൽ പോളിടെക്നിക് ഉണ്ട്. ആ പോളിടെക്നിക്കിൽ മോർണിംഗ് വാക്കിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, ഞങ്ങൾക്ക് മോർണിംഗ് വാക്കിൻ്റെ അവസരം ഉണ്ടാക്കി തരണം. റെസിഡൻസ് അസോസിയേഷൻകാരൻ പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ പ്രിൻസിപ്പളിനെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അതിൻ്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. കാരണം കാലത്താണല്ലോ മോർണിംഗ് വാക്ക്, ക്ലാസ് തുടങ്ങുന്ന 9:30-ക്കല്ലേ, കാലത്ത് ഒരു 5 മണി മുതൽ ഒരു 7 മണി വരെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ഡോക്ടർ അനീഷ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ അനീഷ്, അമല മെഡിക്കൽ കോളേജിലെ ജെറിയാട്രിക് മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസറാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഒരു വയോജന വകുപ്പ് തുടങ്ങിയതിന്, വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് തുടങ്ങിയതിന്. എൻ്റെ ചോദ്യം ഇതാണ്, അമലയെ പോലെ ജെറിയാട്രിക് മെഡിസിൻ വിഭാഗമുള്ള വിരലെണ്ണാവുന്ന മെഡിക്കൽ കോളേജുകളേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമോ? അത് ഒരു നയപരമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടതാണ്. അത് ക്യാബിനറ്റിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഞാൻ പറഞ്ഞ ആരോഗ്യ രംഗത്തിനാണ് പ്രയോറിറ്റി. അവിടെ ഒരിക്കലും സ്വകാര്യ മേഖലയെ മാറ്റി നിർത്തില്ല. തൊഴിലവസരങ്ങൾ തേടി നമ്മുടെ മക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വളർത്തുവാൻ എന്തെല്ലാം നടപടികളാണ് പുതിയ സർക്കാർ രൂപീകരിക്കുക? ഞാൻ പറയും, ഈ സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുന്നതോടുകൂടി തന്നെ കൂടുതൽ അവസരങ്ങൾ കേരളത്തിലുണ്ടാവും. തൊഴിൽ തേടി വിദേശത്ത് പോകുന്നവർക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ല. പ്രത്യേകിച്ച് അപകടം പിടിച്ച പ്രദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ പലരും ജോലിക്ക് പോകുന്നത്. അവരുടെ പല നമ്മൾ സിനിമകളിലും കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ ജീവൻ തന്നെ പന്താടുമ്പോഴും സ്വന്തം വീടിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്.
നമുക്കിവിടെ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും സ്റ്റാഫ് പാറ്റേണൊക്കെ പുതുക്കുകയും ചെയ്യുമ്പോൾ കുറേയൊക്കെ തൊഴിലവസരങ്ങൾ കേരളത്തിലുണ്ടാകും. അതാണ് ആരോഗ്യത്തിലൂടെ തന്നെ ജനങ്ങൾക്ക് സംരക്ഷണവും ഗവൺമെൻറ് നയമാണ്. നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടി എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ഗവൺമെൻറ്റിനുള്ളത്? NHMൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, ആരോഗ്യകിരണം. ഈ പല കുട്ടികൾക്ക് പല മാറാരോഗങ്ങളും ഉള്ള സാഹചര്യത്തിൽ അവരെ ചികിത്സിക്കാനും അവർക്ക് ആവശ്യമുള്ള വില കൂടിയ മരുന്നുകൾ അത് അവർക്ക് ലഭ്യമാക്കാനുമുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപൂർവ രോഗങ്ങൾക്ക് ഉടമകളായിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ നമ്മളറിയാത്ത രീതിയിലുണ്ട്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഇത്രയൊക്കെ നിയോജകമണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഓടിയെത്തിയിട്ട് പോലും ഇതുപോലെ 2 കുടുംബങ്ങളുടെ ഒരു കുടുംബത്തിൽ ജനിക്കുന്നവർ മുഴുവൻ മെൻ്റലി റിട്ടാർഡഡ് ആവുന്ന ഒരു ഫാമിലി, അങ്ങനെയുള്ളവരെ ഒക്കെ ചികിത്സിക്കാനാണ് ഈ NHMൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യകിരണം നടപ്പാക്കുന്നത്. വില കൂടിയ മരുന്നുകൾ അവർക്ക് ചുരുങ്ങിയ രീതിയിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ്. അതിന് ശ്രീ അനൂപി നായരാണ് അതിൻ്റെ ചെയർമാനായിട്ട് വെച്ചിട്ടുള്ള NHMൻ്റെ. അധികം അക്കാര്യത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. We want to work with people who are financially constrained. അപ്പം അവർക്ക് ഗവൺമെൻറ് ഇൻഷുറൻസസ് ആണുള്ളത്, കാസ്പ്, PMJY, ESI, ECHS. നമ്മളതിൻ്റെ ആ റിട്രൈവലിന് എപ്പോഴും ഒരു പ്രോബ്ലം കാണുന്നുണ്ട്, ഒരു എക്സ്ട്രീം ഡിലേ കാണുന്നുണ്ട്. അപ്പോൾ അത് എസെൻഷ്യലി വാട്ട് ഹാപ്പൻസ് ഈസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് നമ്മുടെ സർവൈവലിനെ ബാധിക്കും. അപ്പോൾ അത് ഇങ്ങനത്തെ ഗവൺമെൻറ് ഇൻഷുറൻസസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സ്പീഡപ്പ് ചെയ്തിട്ട്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് പാർ വിത്ത് പ്രൈവറ്റ് ഇൻഷുറൻസ്, അപ്പോൾ അതിൻ്റെ ഒരു 50% ആയിരിക്കും അവരുടെ അലൊക്കേഷൻ. പക്ഷേ അതൊന്ന് സ്പീഡപ്പ് ചെയ്തിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ടോ? തീർച്ചയായും അതിനെക്കുറിച്ചിട്ടുള്ള ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് അതിപ്പോൾ ഇങ്ങനെയുള്ള ഡിഫക്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കുന്ന രീതിയിൽ അത് ഫ്രെയിം ചെയ്യാൻ നോക്കുകയാണ്. അതാണ് ഇവിടെ ചിലർ പ്രചരണം നടത്തുന്നത് പൂർണ്ണമായിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊടുക്കാം. അങ്ങനെയല്ല, ഈ ഡിഫക്റ്റുകൾ അത് മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധി അനുസരിച്ച് ഇതിൻ്റെ നിയമം ഫ്രെയിം ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട് മിനിസ്റ്റർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. അത് സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കും അങ്ങ് ഉത്തരം പറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മൾ ഇതിൽ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് അറിവുള്ളവരൊന്നുമല്ല ഞങ്ങളെപ്പോലെ പൊതുപ്രവർത്തകർ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു, വിജയിക്കുന്നു, സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾ ഓരോരോ ചുമതല ഏൽപ്പിക്കുന്നു. ആ ചുമതല ഏറ്റെടുക്കുന്ന വകുപ്പുകൾ എന്താണോ അതിനെക്കുറിച്ച് നമ്മളും പഠിക്കണം. അറിയാമെന്നുള്ള ഭാവം നടത്തുമ്പോഴാണ് ഇപ്പോഴും പരാജയം ഉണ്ടാവുക. നമ്മുടെ ഒരു പൊളിറ്റിക്സിലെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്രയൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് ഷൈൻ ചെയ്യുക. എന്താ കാരണം? അവർക്കറിയാം അവരുടെ പരിമിതി എന്താണ്. അതനുസരിച്ച് മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്ത് എന്താണ് നമ്മൾ നടപ്പാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരാശയം ഉണ്ടാകും. നേരെ മറിച്ച് എനിക്ക് നല്ല ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ആരുടെയും ഉപദേശം വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തി അട്ടർ ഫെയിലിയറായിരിക്കും. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ ഈ വകുപ്പ് എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞൊരു കാര്യം, ഇതല്ലാതെ മറ്റൊരു ജോലി എന്നെ ഏൽപ്പിക്കരുത്, ഈ ജോലി ഞാൻ ചെയ്തോളാം, എനിക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ സമയം ചിലവഴിക്കണം. അല്ലാതെ ഒരു 100 കൂട്ടം ജോലി ഏറ്റെടുത്ത് ഓരോരുത്തരും ഈ പണ്ട് പറയുമല്ലോ ആടെ ഇല കടിക്കുന്ന പോലെയെന്ന്, അങ്ങനെ കടിച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാവരും കന്ന് ഫെയിലിയറായി പോകും. അങ്ങേക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം സാധാരണക്കാർ അതാണ് ആഗ്രഹിക്കുന്നത്, കൂടുതൽ കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മിനിസ്റ്റർ വേണം, നേതാവ് വേണം. അവർ കൂടുതൽ കാലം മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം, അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ആ രീതിയിൽ അങ്ങേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥനയോടെ ആശംസ നേരുകയാണ്. സാർ, വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. ഇങ്ങനെ ഒരു ഇൻട്രാക്ഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേകം എനിക്ക് സന്തോഷമുണ്ട്.